ഈ ദീപികയിൽ പറയുന്ന കാര്യങ്ങൾ പക്ഷേ സഭയുടെ ഒരു പ്രതിഫലനമായിട്ട് കരുതാറുണ്ട്. അപ്പോൾ സഭയുടെ പ്രതിഫലനമാണ് അത് അംഗീകരിക്കുന്നത്. ഇപ്പോൾ FCRയുടെ സംബന്ധിച്ച് സഭ ഒരാകുലത പറഞ്ഞു, അത് അംഗീകരിച്ചു, അതിനകത്ത് കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. പക്ഷേ ദീപികയ്ക്കകത്ത് വരുന്ന ഇപ്പം കോൺഗ്രസ് ഭരിക്കുന്ന സർക്കാരുകളുടെ പരസ്യം, അതിപ്പോൾ കർണാടകയുടെ, അതുപോലെ തെലുങ്കാനയുടെ, അതുപോലെ കോൺഗ്രസ് ഭരിക്കുന്ന സർക്കാരുകളുടെ പരസ്യം നോക്കിയാൽ മതി. ആ പരസ്യത്തിന് വേണ്ടി കോൺഗ്രസിന് വേണ്ടി വിടുപണി ചെയ്യുന്ന പരിപാടി ദീപിക നടത്തണം. അല്ലെങ്കിൽ ദീപിക സഭയുടെ മുഖപത്രം എന്നുള്ള പദവി മാറ്റണം. ഇത് സഭാവിശ്വാസിയായ ഷോൺ ജോർജിൻ്റെ ആവശ്യമാണ്, BJP-കാരൻ്റെ ആവശ്യമല്ല, സഭാവിശ്വാസിയായ ഷോൺ ജോർജിൻ്റെ ആവശ്യമാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വിമർശനങ്ങൾ പത്രത്തിൻ്റെ മാത്രമല്ല, ഇപ്പോൾ സഭകളുടെ സഭാപിതാക്കന്മാരുടെ ഭാഗത്തും സ്വീകരിച്ചല്ലോ. അത് സ്വീകരിച്ചുകൊണ്ടല്ലേ ബില്ലെടുത്ത് മാറ്റി വെച്ചത്. അവർ ആകുലതകൾ പരിഗണിക്കാൻ വേണ്ടി പരിശോധിക്കും. അതിനെ സംബന്ധിച്ച് ചർച്ച നടത്താൻ മന്ത്രി കിരൺ റിജിജുവിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന ഒരു വിഷയത്തിന് മേലാണ് ആ ബില്ല് കൊണ്ടുവന്നത്. അത് അല്ല FCRA എന്ന് പറഞ്ഞാൽ മതനിയമമൊന്നുമല്ല, ക്രിസ്ത്യാനി മാത്രം ബാധിക്കുന്ന വിഷയമല്ല. അത് ഹിന്ദുവിനെയും മുസ്ലിമിനെയും എല്ലാം, ഏതൊക്കെ NGOs ഉണ്ടോ അവരെല്ലാം ബാധിക്കുന്നതാണ്. അപ്പം ഒരു കാരണവശാലും ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ കണക്ക് സൂക്ഷിക്കുന്ന സഭയുടെ FCR അക്കൗണ്ടുകൾ മേടിക്കേണ്ട കാര്യമില്ല. പിന്നെ എന്തെങ്കിലും ആകുലതയുണ്ടോ അതും കേൾക്കാൻ തയ്യാറാണ്. പക്ഷേ അതിൻ്റെ പേരിലൊക്കെ ഇവർ നടത്തുന്ന ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ അത് ഇനി അനുവദിക്കാൻ കഴിയില്ല. അത് അനുവദിക്കുന്നുണ്ടെങ്കിൽ ഇത് സഭയുടെ പത്രമല്ലെന്ന് പരസ്യമായിട്ട് നമ്മൾ പറയേണ്ടി വരും. അല്ലെങ്കിൽ ഇതിൻ്റെ ഇൻവെസ്റ്റേഴ്സ് ആരാന്ന് പറ. ഇനി അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പാലക്കാരുണ്ട് ഇഷ്ടംപോലെ, ഈ പാലാ രൂപതപ്പെടുന്ന ഇഷ്ടംപോലെ ക്രിസ്ത്യാനിയുണ്ട്, പിരിച്ചു കൊടുക്കാം എത്രയാണ് പൈസ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഇപ്പോൾ അത്രമാത്രം സാമ്പത്തിക ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒക്കെ പുറത്തുള്ള മോട്ടീവ് എന്താണ്? ഒരു ഇൻവെസ്റ്റർ എന്ന് പറയുന്നത്, ദീപികയുടെ ഒരു ഇൻവെസ്റ്റർ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ഓവർസീസ് എഡ്യൂക്കേഷനും അതുപോലെ മൈഗ്രേഷനും നടത്തുന്ന ഒരു കമ്പനിയാണ്. അത് എന്തിനാണ് ഈ ദീപിയെ കൊണ്ട് നടക്കുന്നത്? ഇവിടുത്തെയുള്ള ക്രിസ്ത്യാനി മുഴുവൻ വിദേശത്തോട്ട് കയറ്റുമതി ചെയ്യുക, അതിന് ദീപിക വഴി പരസ്യം കൊടുത്തുകൊണ്ടിരിക്കുക. അതിന് പരസ്യത്തിന് വില കുറച്ച് മേടിക്കാൻ വേണ്ടി അതിന് ഇൻവെസ്റ്റ് ചെയ്തേക്കാണ്. ദീപികയുടെ സ്ഥലം ചൊളു വിലയ്ക്ക് കൊല്ലത്ത് കിടന്ന സ്ഥലം ഇവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് ദീപിക എഴുതി കൊടുത്തു. ഇതൊക്കെ ആരോട് ചോദിച്ചിട്ടാണ്? സഭയുടെ പൈസയാണ്.